അഖിലേട്ടൻ ഒരു വലിയ തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ തീരുമാനം കേരള മനസാക്ഷിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. എൻ്റെ ശബ്ദം ഇനി എനിക്ക് വേണ്ടി മാത്രമായി ഒതുക്കി സന്തോഷത്തോടെ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കും. ഇത്രയും കാലം അത് ചെയ്തിട്ട് വേറെന്തോ ചെയ്യുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഹലോ, ഹായ്, നമസ്കാരം. സാധാരണയിൽ കുറച്ചും കൂടി എനർജി കുറവായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഇതേ അഖിൽ മാരാറിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജനകീയ കോടതി എന്ന് പറയുന്ന പരിപാടിയിൽ പോയിട്ട് അണ്ണൻ വിളിച്ചു പറഞ്ഞ നിലപാടിൻ്റെ നിലതെറ്റിപ്പോകുന്ന പാടുകൾ, ആ പാടുകൾ എണ്ണിപ്പെറുക്കി നമ്മൾ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഖിൽ മാരാർ അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, നിലപാട് മാറ്റി ഗൈസ്. അപ്പോൾ അത് നമ്മൾ മാറ്റി പറഞ്ഞല്ലേ പറ്റൂ. കാരണം അണ്ണൻ ഇങ്ങനെ ഇത് എത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ പുള്ളി ഇനിയും നിലപാട് മാറ്റാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അദ്ദേഹം തന്നെ നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പ് എന്താ അറിയോ? ട്രോൾ ഉണ്ടാക്കി ആഘോഷിച്ചാലും കമൻ്റ് ഇട്ടാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കിട്ടില്ല. പകരം എനിക്കെതിരെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യൂ, പ്രയോജനം ഉണ്ടാവും. മറ്റൊന്നുമല്ല, ഓണമായിട്ട് ഞാൻ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ. ജൂലൈ 25 മുതൽ ഞാൻ അഗ്നിപരീക്ഷ ഷൂട്ടുമായി തിരക്കിലാണ്. ദിവസം വിത്ത് GST 1.5 ലക്ഷത്തോളമാണ് എൻ്റെ ശമ്പളം. നിങ്ങൾ മൂലം എനിക്ക് സന്തോഷം കിട്ടുന്നത് പോലെ നിങ്ങൾക്കും എന്തെങ്കിലും കിട്ടണ്ടേ? അപ്പോൾ ഈ ഓണം നമുക്ക് പൊളിക്കാം. പൊളിക്കാട്ടോ അണ്ണാ. അണ്ണന് GST അടക്കം ഒരു ദിവസം 1.5 ലക്ഷത്തോളം വരുമാനം. ഈ ജനകീയ കോടതി പരിപാടി പോയപ്പോഴും അണ്ണൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ എനിക്ക് 1.5 ലക്ഷം രൂപ കൺഫേം ആയിട്ട് വരുമാനം കിട്ടുമെന്നാണ്. ഈ പുള്ളിയാണ് 2020 ചേർന്നതിന് ശേഷം എൻ്റെ വരുമാനം മുടങ്ങി, ഞാൻ നിൽക്കക്കള്ളിയില്ലാതെ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഡയലോഗ് അടിച്ച് നിലപാട് നമ്പർ 1 പൊളിഞ്ഞു വീണിരിക്കുകയാണ് ഗൈസ്. അണ്ണന് കാശ് കിട്ടുന്നുണ്ടായിരുന്നു, കാശുണ്ടായിരുന്നു. പക്ഷേ 2020 നിന്ന് പുള്ളി എന്തോ ഉദ്ദേശിച്ചു, ആ സാധനം പുള്ളിക്ക് കിട്ടിയില്ല. അപ്പോൾ പുള്ളി അങ്ങോട്ട് മാറി. അത്രേ ഉള്ളൂ സംഭവം. ഈ പോസ്റ്റ് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഹാഷ്മിയുടെ ഈ പ്രോഗ്രാമിൽ ചെന്ന് ചീഞ്ഞളിഞ്ഞതിന് അണ്ണന് കുറച്ച് പൈസ കിട്ടി, അണ്ണൻ നല്ലോണം പുട്ടടിച്ചു. ആ പുട്ടിനെ കുറിച്ച് അണ്ണന് വേവലാതെയില്ല. അണ്ണൻ പറഞ്ഞ വെളിവേടൊക്കെ വിളിച്ചു പറയുന്ന യൂട്യൂബേഴ്സിന് എന്തെങ്കിലുമൊക്കെ പുട്ടടിക്കാൻ കിട്ടുന്നതാണ് അണ്ണൻ്റെ വിഷമം. എന്തായാലും ഈ പരിപാടിയും കഴിഞ്ഞ് സെക്കൻഡ് എപ്പിസോഡും വന്ന് വലിഞ്ഞു കയറിയതിന് ശേഷം അണ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഗൈസ്. കിറ്റെക്സ് പ്രസൻസ് ജനകീയ കോടതി കണ്ട ശേഷം തലച്ചോറുള്ള ഒരു വിഭാഗം എന്നോട് ചോദിച്ചു, അവർക്കിതിന് സമയമുണ്ടോ? എന്തിനാണ് അഖിലേ ഈ തന്തയ്ക്ക് പറക്കാത്ത ഹാഷ്മി വിളിച്ചപ്പോൾ ഈ പരിപാടിക്ക് പോയത്? ആഹാ, അങ്ങനെ അഖിൽ മാരാർ അദ്ദേഹത്തിൻ്റെ ഉൾപ്പുളകം ഉളവാക്കുന്ന ആ കർമ്മ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഹാഷ്മിയുടെ തന്തയ്ക്ക് വിളിച്ചു. എന്തിനാണ് ഹാഷ്മിയുടെ തന്തയ്ക്ക് അഖിൽ മാരാർജി വിളിക്കുന്നത്? കാരണം ഈ പരിപാടിക്ക് പോയതിന് ഉറപ്പായിട്ടും അണ്ണന് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ചാനലിൻ്റെ അടുത്ത് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും. 2, അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാമിനിടയിൽ തന്നെ പറയുന്നൊരു കാര്യം, എൻ്റെ ഭാര്യ ഇപ്പോൾ കൂടി എനിക്ക് മെസ്സേജ് അയച്ചതേ ഉള്ളൂ, ഹാഷ്മിയെ അലക്കി വെളുപ്പിച്ചിട്ട് അങ്ങ് വാ അണ്ണാന്ന്. സോ പൈസ കിട്ടുമെന്ന് അറിഞ്ഞും പിന്നെ ഭാര്യ മോട്ടർ കയറ്റി വിട്ടതിൻ്റെ ഭാഗമായിട്ടും അണ്ണൻ ആ പരിപാടിക്ക് ചെന്നിരുന്നു. പക്ഷേ ആ മെസ്സേജിൻ്റെ കോർ മീനിങ് റിസീവ് ചെയ്തത് ഹാഷ്മി ആയിപ്പോയി. ഹാഷ്മി അണ്ണനെ അലക്കി വെളുപ്പിച്ച് അങ്ങ് വിരിച്ചു. അത്രയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ മാരാർജിക്ക് ആകെ അറിയാവുന്ന പ്രതിഷേധ പ്രകടനം തന്തയ്ക്ക് വിളിയാണ്. അങ്ങനെ തന്തയ്ക്ക് വിളിച്ചു. ഹാഷ്മിക്ക് ഇതുകൊണ്ട് വലിയ വിഷമമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി അണ്ണനെ എങ്ങനെയാണ് ഹാഷ്മി വിരിച്ച് ഉണക്കിയിട്ടത് എന്നുള്ളത് നമ്മൾ ഘട്ടം ഘട്ടമായി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, സ്റ്റാർട്ടിങ് ഫ്രം സുരേഷ് ഗോപി. കേരളം കേരളം ഈ 2 എപ്പിസോഡ് അടങ്ങുന്ന ജനകീയ കോടതിയിൽ അണ്ണൻ തള്ളി പറയാത്ത ഒരേ ഒരു പേര് സുരേഷ് ഗോപിയാണ്. തള്ളി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പൊക്കിയെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. കാരണം സുരേഷ് ഏട്ടൻ ചോദിച്ചത്രേ, ഇദ്ദേഹം 2020 പോകുമ്പോഴേ, വൈ ഡോണ്ട് യു കം ടു ലോട്ടസ്? താമരയിലേക്ക് നീ എന്താ വരാത്തെ മോനെ എന്ന് അദ്ദേഹം ചോദിച്ചത്രേ. മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ, അതായത് BNS പ്രകാരം ദേശദ്രോഹ കുറ്റം ആദ്യമായിട്ട് ഒരാൾക്കെതിരെ കേരളത്തിൽ വകുപ്പിട്ട് FIR എടുക്കുന്നത് അഖിൽ മാരാർജിയുടെ പേരിലാണ് അത്രേ. 2 പ്രാവശ്യം പറഞ്ഞു. ഇങ്ങേർക്ക് എന്തോ അഭിമാനബോധം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ കേസെടുത്തിട്ടുള്ള അഖിൽ മാരാർജിക്ക് കോടതിയിൽ കെട്ടിവെക്കാനുള്ള 5 ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ തരാം എന്ന് സുരേഷ് ഗോപിജി പറഞ്ഞത്രേ. നിങ്ങൾക്കറിയോ, എൻ്റെ രാജ്യമാണ് എനിക്ക് വലുത്, നരേന്ദ്രമോദിജി എന്തൊരു മഹാൻ എന്ന് പറഞ്ഞു നടക്കുന്ന സുരേഷ് ഗോപിജിയാണ് ഈ ദേശദ്രോഹം വകുപ്പിട്ട് കേസെടുത്തിട്ടുള്ള ആൾക്ക് കോടതി കെട്ടിവെക്കാനുള്ള കാശ് ഓഫർ ചെയ്തത്രേ. 20 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന ഒരു രാജ്യദ്രോഹ കേസ് എൻ്റെ ചുമലിൽ വന്നപ്പോൾ എനിക്ക് വേണ്ടി ഇവിടെ ആരും ശബ്ദം ഉയർത്തിയില്ല. ഒരേ ഒരു സുരേഷ് ഗോപി മാത്രമാണ് എനിക്ക് വേണ്ടി എന്നോട് സംസാരിച്ചത്. കപട ദേശീയത പറയുന്ന ഒരാളും ഉണ്ടായിരുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് അഖിൽ മാരാർ പറയുമ്പോൾ, കപടമാണെങ്കിലും അവർ പറയുന്നത് ദേശസ്നേഹമാണല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് ദേശദ്രോഹത്തിൻ്റെ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരിക? എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞ് നീ എന്തിനാ 2020 പോയത് എന്ന് സുരേഷ് ഗോപി ചോദിച്ചു എന്നും അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ട്. പണ്ട് ഏതോ ഷോർട്ട് ഫിലിമിൽ ചോദിച്ച പോലെ, നീ എന്തിനാണ് അച്ഛനാവാൻ പോയെന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപിജി ചോദിച്ചു എന്ന് പറയുമ്പോൾ, NDAയുടെ സഖ്യമായിട്ടുള്ള 2020 സുരേഷ് ഗോപി എന്തുമാത്രം വില കുറച്ചായിരിക്കും കാണുന്നുണ്ടാവുക. ഈ സുരേഷ് ഗോപി ആരാണ്?
BJPയുടെ കേന്ദ്ര സഹമന്ത്രിയാണ്, തൃശ്ശൂർ എടുത്ത MP ആണെന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെയുള്ള ഒരാൾ തൻ്റെ പാർട്ടിക്കെതിരെ പ്രസ്താവന ഉന്നയിച്ചിട്ടുള്ള ഒരാളെ രക്ഷിക്കാൻ പൈസ മുടക്കാമെന്ന് ഓഫർ ചെയ്യുന്നു, സഖ്യകക്ഷിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു. എൻ്റെ BJPക്കാരെ, നിങ്ങളിതൊന്നും കേൾക്കുന്നില്ലേ? മാത്രമല്ല BJP സഖ്യകക്ഷിയായ 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് 40 കോടി രൂപ ക്യാഷായിട്ട്, ലിക്വിഡ് ക്യാഷായി എത്തിച്ചു കൊടുത്തു എന്നും അഖിൽമാരാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വെറും ആരോപണമല്ല, തെളിവുണ്ട്. പക്ഷേ എല്ലാ തെളിവൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ ഒരു ഡിജിറ്റൽ രാജ്യമായി മാറുന്നു, ഫണ്ട് ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ഡിജിറ്റലായി ചെയ്യണം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP കേന്ദ്രം ഭരിക്കുന്ന നാട്ടിലെ BJPക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, 40 കോടി രൂപ ലിക്വിഡ് ക്യാഷ് എത്തിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, അത് ഇലക്ഷൻ സമയത്ത് എത്തിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, നിങ്ങൾ അഖിൽമാരാർ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോട്ടെ, അവൻ്റെ വാക്കിന് അത്രേ വിലയുള്ളൂ എന്ന് കരുതി കുറച്ച് കാണുന്നതാണോ, അതോ ഇപ്പം മിണ്ടാതിരിക്കാം ഇതിൽ സത്യമുണ്ട് എന്നാണോ? ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടത് നമ്മുടെ PC ജോർജിൻ്റെ ഒരു ചെറിയ പ്രസംഗം കഴിഞ്ഞ ദിവസം ലീക്കായിട്ടുണ്ടായിരുന്നു. അതൊരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 4 കോടി രൂപയുടെ അഴിമതി ഇലക്ഷൻ സമയത്ത് പൂഞ്ഞാറിൽ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പുള്ളി പിന്നീട് അത് മാറ്റി പറഞ്ഞു. കാരണം അന്നത്തെ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിലും മാപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല 40 ലക്ഷം രൂപയെ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ പറ്റുള്ളല്ലോ. അപ്പോൾ അത് അന്ന് കോംപ്ലിമെൻറ്റ്സ് ആക്കിയതാണ്. പിന്നെ വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ചില ചാനലുകൾ അത് ഇന്ന് കരകയറാൻ തന്നെ കരുവാക്കുകയാണ് എന്നും PC ജോർജ് മാറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മാറ്റി പറയാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് ഒരു തന്തയുള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ്, മാറുന്ന പ്രശ്നമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മുടെ നാട്ടിലെ പല BJPക്കാരും അച്ഛൻ്റെ സ്ഥാനത്താണ് നരേന്ദ്രമോദിയെ കാണുന്നത്. ഭാരതത്തിലെ ഓരോ പെൺമക്കളുടെയും അച്ഛനാണ് അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ സ്ഥാനത്താണ് നമ്മുടെ പ്രധാനമന്ത്രി നിന്ന് ചിന്തിക്കുന്നത്. ഇനി ലെറ്റ്സ് കം ബാക്ക് ടു അഖിൽമാരാർ. അദ്ദേഹമാണല്ലോ നമ്മുടെ കേന്ദ്ര വിഷയം. അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്ത് ഏത് ജീവിയോടും നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, അല്ലെങ്കിൽ ഉത്തരം കിട്ടില്ല. പക്ഷേ നിങ്ങൾ അഖിൽമാരാരോടൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല, കമ്പാരിസൺ കിട്ടും. അതൊരു പ്രത്യേക രീതിയാണ് കേട്ടോ. നിങ്ങൾ എലക്ഷൻ സമയത്ത് ഈ അഖിൽമാരാർക്ക് എലക്ഷനിൽ മത്സരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രമേഷ് പിഷാരടിയെ നോക്കൂ, അയാൾക്ക് എന്ത് യോഗ്യതയാണ് എന്ന് പറയുന്ന കമ്പാരിസനാണ് മുന്നോട്ട് വെക്കുന്നത്. അണ്ണന് ഉത്തരം പറയാൻ അറിയില്ല, കമ്പാരിസനേ അറിയുള്ളൂ. പക്ഷേ രമേഷ് പിഷാരടിയുടെ നെഞ്ചത്തോട്ട് എന്തിനാണ് കയറിയത്? അഞ്ജലിക്ക് എന്ത് യോഗ്യത എന്ന് ചോദിക്കായിരുന്നു, ആ റോബിൻ രാധാകൃഷ്ണന് എന്ത് യോഗ്യത എന്ന് ചോദിക്കായിരുന്നു. ഇതൊന്നും പോരാഞ്ഞ് നേരെ രമേഷ് പിഷാരടിയോട് ചെന്ന് ചോദിച്ചു, കിട്ടാനുള്ളത് കിട്ടി, അടങ്ങിയിരിക്കേണ്ടി വന്നു. ഇനി അഖിൽ രാജൻ എന്നുള്ള പേര് മാറ്റി അഖിൽ കൊട്ടാത്തല എന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അഖിൽ മാരാറിനാക്കിയിട്ടുണ്ട്. ഈ പേര് മാറ്റത്തിൻ്റെ ഒരു കാരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളി ചോദിക്കുന്നത്, ഇന്ദിരാഗാന്ധി പേര് മാറ്റിയിട്ടില്ലേ, മമ്മൂട്ടി പേര് മാറ്റിയിട്ടില്ലേ, ജയൻ പേര് മാറ്റിയിട്ടില്ലേ, പ്രേം നസീർ പോലും പേര് മാറ്റിയിട്ടില്ലേ എന്ന് പറയുന്ന കമ്പാരിസനാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെ പോട്ടെ, ഈ ഇലക്ഷൻ്റെ ഫണ്ടിൻ്റെ കാര്യം, തട്ടിപ്പ്, ഇപ്പോൾ ഒരുപാട് വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴും അണ്ണൻ ചോദിക്കുന്നത്, UDF ഫണ്ട് തട്ടിച്ചിട്ടില്ലേ, LDF ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ലേ? കമ്പാരിസനാണ്, ഉത്തരം എവിടെ? എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹാഷ്മിയുടെ തന്തയ്ക്ക് വിളിച്ചതിന് ശേഷം ഉത്തരം കൊടുക്കാതെ കമ്പാരിസൺ നടത്തിയ രീതിയെ അണ്ണൻ വീണ്ടും ഒന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട്. കേരളത്തിൽ BJPയിൽ വരുന്ന ഫണ്ട് വിവാദം, തൃശ്ശൂരിലെ 25 കോടി വിവാദം, ദേവികുളം മുൻ MLA രാജേന്ദ്രൻ പറഞ്ഞത്, BJP സംസ്ഥാന സെക്രട്ടറി പുറത്താവാനുള്ള കാരണം, കഴിഞ്ഞ ദിവസത്തെ PC ജോർജിൻ്റെ വെളിപ്പെടുത്തൽ, ഇതുമായി കൂട്ടി വായിച്ചാൽ സാബു ജേക്കബ് 2020 വേണ്ടി ആളും പേരുമില്ലാത്തൊരു പാർട്ടിക്ക്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആളും പേരുമില്ലാത്തൊരു പാർട്ടിക്ക് 19 സീറ്റ് വാങ്ങിയതും 40 കോടി കൈപ്പറ്റിയതും ഞാൻ പറഞ്ഞത് ആഷ്മിക്ക് ഒരു പ്രശ്നമേ അല്ല. കമ്പാരിസനാണ് നടന്നത്. എന്നാലും അതിൽ പറഞ്ഞൊരു പോയിന്റ് എടുത്ത് പറയുകയാണ്, ആളും പേരും ഇല്ലാത്ത പാർട്ടിയിൽ ചങ്ങാതി മത്സരിക്കാൻ പോയി എന്നുള്ളത് മാത്രമല്ല, ആളും പേരും ഇല്ലാത്തൊരു ജില്ലയിൽ ആളും പേരുമില്ലാത്ത ഈ പാർട്ടിയുടെ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിക്കോളാം എന്ന് അങ്ങോട്ട് ഓഫർ ചെയ്താണ്. അതെന്ത് തേങ്ങയ്ക്കായിരുന്നു? ഹാഷ്മിയെ കൂടാതെ ആ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്ത ജിൻഡോ ജോണിൻ്റെ നെഞ്ചത്ത് കയറാൻ വേണ്ടി കോൺഗ്രസ്സിൽ ഇപ്പോൾ ആളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഈ ആളും പേരും ഇല്ലാത്ത പാർട്ടി, ജില്ലാ ഘടകം പോലും ഇല്ലാത്ത പാർട്ടിയിൽ മത്സരിക്കാൻ പോയ ആളാണ് കോൺഗ്രസിനെ കളിയാക്കുന്നതെന്ന് പുള്ളി തിരിച്ചൊരു ചെക്ക് വെച്ചു. എന്തായാലും ഇപ്പോൾ വരുന്ന അഖിൽമാരാർ അടക്കം തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, ഒരു പാർട്ടിയുടെ നേതൃനിരയിലോ അതുപോലെ ഇലക്ഷന് മത്സരിക്കാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഫണ്ട് തട്ടിക്കാനുള്ള മാർഗ്ഗമുണ്ട്. അതുകൊണ്ടാണോ ഇനി കൊട്ടാരക്കരയിൽ ഒരു ജില്ലാ ഘടകമൊക്കെ ഉണ്ടാക്കി ഞാൻ ജില്ലാ പ്രസിഡന്റ് ആവാമെന്നൊരു ഓഫർ വെച്ചത്? പറയാൻ പറ്റില്ലേ. ഹാഷ്മിക്കുള്ള തന്തയ്ക്ക് വിളി പോസ്റ്റിലെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, ഞാൻ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ആരോടും ഒരു പകയോ വിദ്വേഷമോ ഉള്ളിൽ സൂക്ഷിക്കാത്തൊരു വ്യക്തിയാണ്. എന്നാലേ നമുക്ക് ചാടാൻ പറ്റുള്ളൂ. അവരുടെ ചാനൽ, അവരുടെ എഡിറ്റർ. എന്നിരുന്നാലും ഞാൻ പോയത് എനിക്ക് ഒളിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടും ആരെയും ഭയക്കാനില്ലാത്തത് കൊണ്ടും സത്യം എൻ്റെ ഭാഗത്താണ് എന്ന ഉറച്ച ബോധ്യം ഉള്ളത് കൊണ്ടുമാണ്. പക്ഷേ അഖിൽമാരാറിൻ്റെ സത്യം അല്ലെങ്കിൽ അഖിൽമാരാറിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ, ഇതേ പരിപാടിയിൽ ജിൻഡോ ജോണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നാളെ ജിൻഡോ ജോൺ എനിക്കൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു തന്നാൽ ഞാൻ ജിൻഡോയുടെ കൂടെ പോകും. അപ്പോൾ ജിൻഡോയുടെ മറുപടി, എടോ തനിക്ക് ആമാശയ രാഷ്ട്രീയമാണ്, നാരങ്ങ വെള്ളം വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരുമെന്ന് താൻ എന്തായി പറയണേ, തനിക്ക് നാണമില്ലേടോ?
അത് തന്നെയാണ് ആക്ച്വലി നമുക്കും ചോദിക്കാനുള്ളതൊന്നും തോന്നരുത്. ഹാഷ്മി ചോദിച്ചു, തനിക്ക് നിലപാടുണ്ടോ, തനിക്ക് നിലപാടെന്ന് എഴുതാൻ അറിയാമോ? അപ്പോൾ ഉടനെ എനിക്ക് നിലപാടെന്ന് എഴുതാൻ അറിയില്ല. അത്രയേ ഉള്ളൂ. പുള്ളി ബിഗ് ബോസിൽ അടിച്ച പോലത്തെ ഒരു സാധനം അടിക്കാൻ നോക്കിയതാണ്. പക്ഷേ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് അല്ലല്ലോ ഓപ്പോസിറ്റ് ഇരിക്കുന്നതെന്ന് പുള്ളി ഓർത്തില്ല. സെക്കൻഡ് എപ്പിസോഡ് വന്നാൽ തൻ്റെ കളസം കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അഖിൽ മാരാർ ചിന്തിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും. കാരണം നിലപാടുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന, ഓപ്പോസിറ്റ് വന്നിരുന്ന ജിൻഡോ ജോണിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് പറയുന്ന എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയേറെ കൊള്ള നടത്തിയിട്ടുള്ള, ഇത്രയേറെ അഴിമതി നടത്തിയിട്ടുള്ള, കേരളത്തിൽ ഉൾപ്പെടെ പിടിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തോട് ചേർന്ന് പോകുന്ന ആളേ അല്ല. ഈ ആളാണ് കൊട്ടാരക്കരയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി മുണ്ടും ചുമ്മയും തയ്ച്ച് വെയിറ്റ് ചെയ്തത്. ഈ അഖിൽ മാരാർക്ക് കൊട്ടാരക്കരയിലെ MLA സ്ഥാനം, അതായത് സ്ഥാനാർത്ഥിത്വം ഓഫർ ചെയ്തിട്ടുള്ള പല ആൾക്കാരുടെയും വോയിസ് റെക്കോർഡുകൾ അഖിൽ മാരാർ പുറത്തുവിട്ടാൽ അവരിൽ പലരും ഇന്ന് മന്ത്രിമാരാണ്, അവരൊക്കെ നാറുമെന്ന്. ശരിയാ, അഖിൽ മാരാറിന് സ്ഥാനാർത്ഥിത്വം ഓഫർ ചെയ്തവൻ ആരടാ എന്ന് ആർക്കായാലും ചോദിക്കാൻ തോന്നിപ്പോൾ. അപ്പോഴാണ് ഹാഷ്മി കറക്റ്റ് മാധ്യമപ്രവർത്തകനാവുന്ന പുറത്തുവിട് വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടാൽ നാറും എന്ന് പറയുന്ന അഖിൽ മാരാർ ഈ വോയിസ് റെക്കോർഡ് പുറത്തുവിടുക എന്ന് പറയുന്ന സാധനം കേൾക്കുന്നില്ല. വേറെ വിഷയത്തിലേക്ക് പോവുക. പുള്ളിയുടെ ഒരു പ്രത്യേകത, പുള്ളി ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ, ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ അവിടുന്ന് ജമ്പിയാണെങ്കിൽ 24 കാര്യങ്ങളെങ്കിലും മിനിമം അതിൻ്റെ അകത്ത് ഉണ്ടാവും. നമ്മൾ ആ 24 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പിടിച്ചിട്ട് ഉത്തരം കിട്ടുക എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് മാറിയിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഇതാണ് അഖിൽ മാരാറുടെ ഒരു രീതി. പുള്ളി ഈ സെയിം സാധനം ഹാഷ്മിയുടെ അടുത്ത് ഇറക്കിയെങ്കിലും ഹാഷ്മി ആ വോയിസ് റെക്കോർഡ് പുറത്തുവിടുന്ന പറയുന്ന പരിപാടിയിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോൾ അഖിൽ മാരാർ വീണ്ടും ജമ്പ് ചെയ്തു. അതായത് ഹാഷ്മിയെ പോലൊരു മാധ്യമപ്രവർത്തകന് ഈ വോയിസ് റെക്കോർഡ് വേണം, അല്ലെങ്കിൽ ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണെന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് പുള്ളി അടുത്ത ടോപ്പിക്കിലേക്ക് നേരെ കൊടിക്കുന്നിൽ സുരേഷിലേക്ക് അദ്ദേഹം ജമ്പ് ചെയ്തു. 350 ചാക്ക് റേഷനറി കടത്തിയ കേസിൽ ഒരാളെ അഖിൽ മാരാർ പിടിച്ചു. അയാൾ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അഖിൽ മാരാറിനെ വിളിച്ചു, അഖിലേ അയാളെ അങ്ങ് വിട്ടേക്കണം, കാരണം നമ്മുടെ പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ്. ഈ റേഷനറി മറച്ചു വിൽക്കണവനൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് അഖിൽ മാരാരോട് പറഞ്ഞതെന്ന് അഖിൽ മാരാർ പറയുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുഴുവൻ തന്നവനാണ് ഈ 350 ചാക്ക് റേഷനറി കടത്തിയവെന്ന്. ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഏറ്റവും അധികം ഈ ഭൂമിയിൽ സന്തോഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. ഇതിനെയൊന്നും അടുപ്പിച്ചില്ലല്ലോ, സ്തോത്രം എന്ന് പറഞ്ഞ് അവർ ദൈവത്തിന് നന്ദി പറയുമായിരിക്കും. പക്ഷേ ഹാഷ്മി അപ്പോഴും വിട്ടിട്ടുണ്ടായിരുന്നില്ല. വോയിസ് ക്ലിപ്പ് പുറത്തുവിട്. ഹാഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ 2020 എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പോയത് പണം മോഹിച്ച് മാത്രമാണെന്ന്. അപ്പോൾ അഖിൽ മാരാർ തെളിവിതാന്ന് ചോദിക്കും. അപ്പോൾ ഹാഷ്മി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിടും. ഈ BJP ഇന്ന് 2020 40 കോടി രൂപ തട്ടിച്ചു നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ തെളിവ് എവിടെയെന്ന്. അപ്പോൾ ബരാബർ അഖിൽ മാരാർ സൈലൻ്റ് ആവുകയാണ്. ഈ 2 എപ്പിസോഡുള്ള പ്രോഗ്രാമിലാണെങ്കിലും അതല്ല, പുള്ളി ചെല്ലുന്നിടത്തും പോകുന്നിടത്തും പിന്നെ ഈ തന്തയ്ക്ക് വിളിച്ച ഫേസ്ബുക്ക് പോസ്റ്റിലും എല്ലാം പുള്ളി ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, അഖിൽ മാരാർ ആരെയും പറ്റിച്ചിട്ടില്ല. പിന്നെ പറ്റിച്ചവരുടെ ലിസ്റ്റ് പുള്ളി പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പേരുകാരൻ VD സതീശനാണ്, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അന്നേ ഞാൻ പറഞ്ഞതാണ് ഇയാൾ പറ്റിക്കും, വിശ്വസിക്കരുതെന്ന്. പക്ഷേ എന്നിട്ടും ഈ VD സതീശനൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ പാർട്ടിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അത്രയും നന്മ. എന്തായാലും ആരെയും പറ്റിക്കാത്ത അഖിൽ മാരാർ പറ്റിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു ലിസ്റ്റ് നമുക്ക് എടുക്കാം, അതിനുശേഷം നമുക്ക് തുടരാം. അഖിൽ മാരാർ പറ്റിച്ചിട്ടുള്ള ആൾക്കാരിൽ നമ്പർ 1 കോട്ടാത്തലയിലെ ജനങ്ങളാണ്, കോട്ടാത്തലക്കാരാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് അഖിൽ രാജൻ എന്നായിരുന്നു. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് മത്സരിക്കാനൊക്കെയുള്ള ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നപ്പോൾ അഖിൽ കോട്ടാത്തല എന്ന് പേര് മാറ്റി. കോട്ടാത്തലക്കാരുടെ വോട്ട് പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള നമ്പറൊന്നും ആയിരിക്കില്ല, ആത്മാർത്ഥത കൊണ്ടായിരിക്കും. മാത്രമല്ല ഫേസ്ബുക്ക് പേജിലടക്കം ഈ പ്രോഗ്രാമിലും അദ്ദേഹം കോട്ടാത്തലയെക്കുറിച്ച് പറയുന്നത്, ദിവസേന പല പ്രശ്നങ്ങൾ പറഞ്ഞ് എന്നെ വിളിക്കുന്ന കൊട്ടാരക്കരയിലെ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന ചിന്ത മാത്രമാണ് അവിടെ മത്സരിക്കണം എന്ന് ചിന്തിപ്പിച്ചത്. 2.5 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഫ്ലാറ്റ് വാങ്ങിയിട്ടും എൻ്റെ അഡ്രസ്സ് ഇന്നും കോട്ടാത്തലയിലാണ്. എൻ്റെ വാഹനം രജിസ്റ്റർ ചെയ്യുന്നത് KL24 ആണ്. എൻ്റെ നാട് എനിക്കൊന്നും തന്നിട്ടില്ല എങ്കിലും എൻ്റെ മഹാഗണപതിയുടെ മണ്ണിൽ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത. പക്ഷേ അത് ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ്. ഈ നിലപാട് ആദ്യത്തെ എപ്പിസോഡ് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന പരിപാടി ഞാൻ നിർത്തി എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത്രയൊക്കെ കോട്ടാത്തലയിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന, കോട്ടാത്തല എൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണെന്ന് പറയുന്ന ഇദ്ദേഹം തൻ്റെ പേരിൽ നിന്ന് കോട്ടാത്തല എടുത്തു മാറ്റി അഖിൽ മാരാർ എന്ന് പുനർനാമകരണം ചെയ്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? കോട്ടാത്തലയ്ക്കൊരു ഗുമ്മില്ല, കോട്ടാത്തല കൊള്ളത്തില്ലെന്ന്. കോട്ടാത്തലയിലെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രതികരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇങ്ങനെ ഓർക്കുമ്പോൾ ഈ കോട്ടാത്തല എന്നുള്ള പേര് വരുന്നത് കോട്ടാത്തലക്കാർക്ക് തന്നെ നാണക്കേടാണ്. രണ്ടാമത്തെ ആൾക്കാർ
ചെസ് നമ്പർ 2 എന്നൊക്കെ പറയുന്ന പോലെ കുറേ ഉണ്ട്. തൃക്കാക്കരക്കാരാണ് ആ രണ്ടാമത്തെ ഹതഭാഗ്യരായിട്ടുള്ള ആളുകൾ. ഇലക്ഷൻ്റെ സമയത്ത് തൃക്കാക്കര അങ്ങനെയാണ്, പൊന്നാണ്, മുത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ പ്രോഗ്രാമിൽ പറഞ്ഞ എന്താ അറിയോ, വഴിയെ പോകുന്ന ഏത് അലവലാധിക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് തൃക്കാക്കരയിലെ സീറ്റെന്ന്. കാര്യം ഉമാ തോമസിന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ പകുതി പോലും അഖിൽമാരാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അഖിൽമാരാർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതും ചോദിച്ചു വാങ്ങിയ സീറ്റാണെന്നൊക്കെ ഇലക്ഷൻ സമയത്ത് തള്ളിയ അഖിൽമാരാർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ ഇന്നത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പരിതാപകരമാണ്. തൃക്കാക്കരക്കാർ എന്ത് സമയത്തിൻ്റെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഈ ജനകീയ കോടതിയുടെ ഫസ്റ്റ് എപ്പിസോഡ് കാണണം. കാരണം അതിൽ അവരൊരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 25 സാർ എനിക്ക് തൃക്കാക്കര വേണം എന്ന് അഖിൽമാരാർ ചോദിച്ചു എന്നാണ് അഖിൽമാരാർ തന്നെ പറയുന്നത്. അപ്പോൾ സാബു സാർ തിരിച്ചു ചോദിച്ചു, തൃക്കാക്കര വേണോ? A ക്ലാസ് മണ്ഡലം പെരുമ്പാവൂരുണ്ട്. അപ്പോൾ അഖിൽജി തിരിച്ചു പറഞ്ഞു, ഇല്ല, തൃക്കാക്കര നമുക്ക് ജയിക്കാൻ പറ്റും. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് തൃക്കാക്കര മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ തള്ളിയ ഈ മനുഷ്യൻ തൃക്കാക്കര തന്നെ പറ്റിച്ച 2020 എന്നൊക്കെ പറഞ്ഞിട്ട് 2020-കാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അവരുടെ ഒരു മീറ്റിങ്ങിൽ പോയിരുന്നപ്പോൾ അഖിൽമാരാർ വലിയ എന്തോ ആളാണെന്നുള്ളൊരു വിചാരം നിങ്ങൾക്കുണ്ട് എന്ന് ആ പാർട്ടിയുടെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഗോപകുമാർ എന്ന് പറയുന്നൊരു വ്യക്തി പറഞ്ഞപ്പോൾ അഖിൽജി പൊട്ടിത്തെറിച്ചു. ഒരക്ഷരം വേണ്ടി എന്നിട്ട് ചെവിക്കല്ല് ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന 100 2020 പ്രവർത്തകർ എന്നെ അഭിനന്ദിച്ചു എന്ന്. ആ 100 പേര് അവരുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഗോപകുമാറിനെ കുറിച്ചും തങ്കം പോലുള്ള സാബു സാറിനെ കുറിച്ചൊക്കെ എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? അഖിൽ പറയുന്ന എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ BJP-കാർക്ക് 2020 ഇഷ്ടമേ അല്ല. 2020 ഈ 100 കണക്കിന് വരുന്ന പ്രവർത്തകർക്ക് സാബു സാറിനെയും ഗോപകുമാർ സാറിനെയും ഒന്നും ഇഷ്ടമേ അല്ല. എന്നാൽ പിന്നെ ഈ 2020 ഇപ്പോൾ ഉള്ള അതിനോട് വിയോജിപ്പുള്ള ആൾക്കാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അഖിൽമാരാർക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കൂടെ? ഈ അഖിൽമാരാർ ഇടക്കിടക്ക് പുള്ളി പറയുന്നതിനോട് യോജിക്കുന്ന കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും BJP-കാരെയും ഒക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ലയിപ്പിക്കട്ടേന്ന്. അതാകുമ്പോൾ നിലപാട് ചാടി പോകുന്നു. നിലപാടില്ലാത്തൊരു പാർട്ടിയാണെന്ന് അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ. ഇനി അഖിൽമാരാർ പറ്റിച്ച ചെസ് നമ്പർ 3 അത് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളാണ്. ഇലക്ഷന് മുമ്പ് എന്താ പറഞ്ഞ്, സാബു സാർ തങ്കം പോലൊരു മനുഷ്യൻ, മഹാമനസ്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഫണ്ട് തട്ടിച്ചവൻ, പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവൻ, ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്നവൻ, വെടിവെച്ച് കൊല്ലണമെന്നോ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണമെന്നോ അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരുടെ ഒരു കൂട്ടത്തിനെ തന്നെ കൊണ്ടു നടക്കുന്ന ആളായിട്ടാണ് സാബു സാറിനെ ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ വോട്ട് ചെയ്ത ജനങ്ങളോട് ഉളുപ്പുണ്ടോ ഒരു മാപ്പെങ്കിലും പറയാൻ? സാബുവും ഗോപകുമാറും എന്നോട് മാപ്പ് പറയട്ടെ എന്ന് ചിന്തിക്കുന്ന അഖിൽമാരാർക്ക് ജനങ്ങളോട് മാപ്പ് പറയാൻ ഒരു ബാധ്യതയുമില്ലേ? ഇതൊന്ന്, ജനങ്ങളോട് മാപ്പ് പറയാൻ ഇനിയും കാരണങ്ങളുണ്ട്. തൻ്റെ വരുമാനം മൊത്തത്തിൽ നിലച്ചു 2020 ചേർന്നപ്പോഴേ. BMW ബൈക്കടക്കം വിൽക്കേണ്ടി വന്നു ഈ ഒരു ഇലക്ഷൻ പരിപാടിക്ക് എന്നൊക്കെ ഇദ്ദേഹം പറയുന്ന സമയത്ത് ഇദ്ദേഹം തന്നെ ജനകീയ കോടതിയിൽ വന്നിരുന്ന് പറയുന്നു, ഞാൻ ഒരു പോസ്റ്റ് ഇട്ട 1.5 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെന്ന്. അപ്പോൾ അത് കള്ളമായിരുന്ന? മാത്രമല്ല ഹാഷ്മി ചോദിക്കുന്നുണ്ട്, BMW ബൈക്ക് വിറ്റത് നിങ്ങൾ ഇലക്ഷന് വേണ്ടി അല്ലെന്നേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കടം തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ തെളിവുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അഖിൽമാരാർ വിഷയത്തിൽ നിന്ന് ദിങ്ങനെ മാറിപ്പോവുക. കുറേ ബഹളം വെച്ചെങ്കിലും തെളിവ് ഹാഷ്മിയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി നമുക്ക് സാബുവിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 40 കോടി തട്ടിച്ച സാബുവിനെ നിങ്ങൾ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അഖിൽമാരാർ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത്. പിന്നെ ഹാഷ്മിയിലെ മാധ്യമപ്രവർത്തകരെ നമുക്ക് ഇടയ്ക്കൊക്കെ കാണാൻ പറ്റും. ഫണ്ട് തട്ടിപ്പ് എന്നുള്ള വാക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വന്നപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ എത്ര കിട്ടി എന്ന് പറയുന്നൊരു ചോദ്യം പുള്ളീൻ്റെ ഇടയിലിട്ടായിരുന്നു. ആ ഹാഷ്മിയെക്കുറിച്ച് അണ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്, കൈവാക്കിനിരുന്ന അവൻ്റെ ചെവിക്കല്ല് അണ്ണൻ എന്താ അടിച്ച് പൊട്ടിക്കാഞ്ഞത് എന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചു. അണ്ണൻ അഖിലിനെ തന്നെ വിളിക്കുമ്പോൾ വളരെ കുറച്ച് പേരുകൾ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. എന്തായാലും കൈവാക്കിനിരുന്നിട്ട് അവൻ്റെ ചെവിക്കല്ല് അണ്ണൻ എന്താ അടിച്ച് പൊട്ടിക്കാഞ്ഞതെന്ന് ആരോ ചോദിച്ചു. സത്യത്തിൽ പറയാനുള്ളതൊക്കെ വ്യക്തമായി അവിടെ ഇരുന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇവരെ എഡിറ്റ് ചെയ്താണേ, കംപ്ലീറ്റ് സത്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒന്നും സത്യമില്ല. ഇനി അദ്ദേഹം തന്ത്രപരമായി BJP-കാരെ പറ്റിക്കുന്ന, BJP-കാരെയല്ല BJP-യെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന മറ്റ് ജനങ്ങളെയും മൊത്തത്തിൽ പറ്റിക്കുന്ന ഒരു റേഷ്യോ ഉണ്ട്. അതായത് BJP പാർട്ടി എന്ന് പറഞ്ഞാൽ 80% വികസനമാണ്, വികസിച്ചങ്ങ് വരികയാണേ. ഒരു 20% വർഗീയതയുണ്ട്. അതാണ് എനിക്ക് ചേരാൻ പറ്റാത്തതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ വർഗീയതയും വികസനവും തമ്മിലുള്ള ഈ റേഷ്യോ കണക്കിൽ ഒരു പ്രശ്നമുണ്ട്. അതിൽ ഈ 80% ഫ്രണ്ടിലെടുത്ത് വെച്ചിട്ട് 20% ബാക്കിലാണ് വെക്കുന്നത്. സത്യത്തിൽ ഇത് നേരെ തിരിച്ചാണ് വരേണ്ടത്. 20% വർഗീയത മുന്നിൽ നിൽക്കുമ്പോൾ ഈ വർഗീയ പാർട്ടി ഉണ്ടാക്കുന്ന വികസനം വർഗീയമായിട്ടേ വിഭജിക്കപ്പെടുള്ളൂ. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നത് ഈ വർഗീയ പാർട്ടിക്ക് ഇഷ്ടമുള്ളത് ആരെയാണോ അവർക്കായിരിക്കും. ബാക്കിയുള്ളവരെ വികസന പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ അവർ ശ്രമിക്കും. അതാണല്ലോ വർഗീയത എന്ന് പറയുന്നത്. പക്ഷേ അഖിൽ പറയുന്നത് വികസനം 80% അത് ഞാൻ കാണും, അത് സൂപ്പറാണ്, പക്ഷേ കുറച്ചൊരു 20% വർഗീയതയുണ്ട്. പക്ഷേ വികസനത്തിൻ്റെ ഈ 80% വരുന്ന വികസനത്തിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ അഖിൽമാരാർ പറയുന്നത് ഒരുപാടുണ്ടല്ലോ, അതൊന്നും എണ്ണിയാ തീരാത്തതാണ്. അങ്ങനെ കുറേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു
ഈ കഴിഞ്ഞ ദിവസം രാജിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ രാജി പ്രഖ്യാപിക്കാനുള്ള കാരണം വളരെ യുണീക്കാണ്. ഇങ്ങനൊരു കാരണം ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. സീറ്റ് കിട്ടാത്തതുകൊണ്ടാണോ? അല്ല, എനിക്ക് സീറ്റൊന്നും വേണമെന്നില്ല. ഫണ്ട് കിട്ടാത്തതുകൊണ്ടാണോ? അതും അങ്ങനെയൊന്നും പറയുന്നില്ല. പിന്നെന്താ പ്രശ്നം? അല്ല, ഞാനിതിൻ്റെ മേൽസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണല്ലോ. സംസ്ഥാന അധ്യക്ഷനായിട്ട് വേറെയും ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഒരു പാർട്ടിക്ക് ഒരേ തീരുമാനം എടുക്കാൻ പറ്റുന്ന സ്പേസിൽ കുറേ ആൾക്കാരുണ്ട് അത്രേ. അപ്പോൾ എന്താണ് എൻ്റെ ജോലി എന്നെനിക്കറിയില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ പണി എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പണി രാജിവെക്കാൻ നിൽക്കുന്ന ഒരു ദേവ്ജി. പിഷാരടിയുടെ കാര്യം പറയുമ്പോൾ ഹാഷ്മി മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം, പിഷാരടി പറഞ്ഞത് 2 കൊല്ലം കഴിയുമ്പോൾ നിലപാട് മാറ്റാൻ സാധ്യതയുള്ള അഖിൽ മാരാറിനാണ്. പക്ഷേ ഇതിപ്പോൾ 2 കൊല്ലമൊന്നും വേണ്ടല്ലോ, 2 മാസത്തിൽ മാറ്റിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ പ്രയാസം എന്നാണ് അഖിൽ തിരിച്ചു വയ്ക്കുന്നത്. എന്തൊക്കെ കാരണം കൊണ്ടാണ് സംഘിവിളി കേൾക്കേണ്ടി വന്നതെന്നുള്ള ചോദ്യത്തിന് അഖിൽ മാരാർ പറയുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. 1, സവർക്കറെ പിന്തുണച്ചു. 2, പൃഥ്വിരാജിനെ എതിർത്തു. 3, സുരേഷ് ഗോപി ജയിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞു. അതിപ്പം ഞാൻ ജയിക്കും എന്നും അഖിൽ മാരാർ മുൻകൂട്ടി, അതായത് അഖിൽ മാരാർ തന്നെ ജയിക്കുമെന്ന് അഖിൽ മാരാർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? തോറ്റില്ലേ? ഇനി ഇദ്ദേഹം സവർക്കറെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സവർക്കറുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ 500 മാപ്പെങ്കിലും എഴുതി കൊടുത്തേനെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വിദേശ വസ്ത്രം ബഹിഷ്കരിച്ച സവർക്കറോട് എനിക്ക് ബഹുമാനമാണ്, പക്ഷേ ഗാന്ധിയോട് അത്ര മതിപ്പില്ലെന്നാണ് പറയുന്നത്. പാവാ ഗാന്ധി ചർക്കയിൽ നൂല് നൂറ്റ് സ്വന്തമായി വസ്ത്രമുണ്ടാക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്തപ്പോൾ അതിനിവിടെ വിലയില്ല. ഇതിനിടയിൽ സവർക്കറേയും ഭഗത് സിംഗിനെയൊക്കെ കൂടി കമ്പയർ ചെയ്യുന്നത് കേട്ടപ്പോൾ ഹാഷ്മിയുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പുള്ളിക്ക് സവർക്കർ ജയിലിൽ കിടന്ന, അത് ഈ സവർക്കറെ മാത്രമേ അറിയുള്ളൂ. ഇതിൻ്റെ കൂടെ ജയിലിൽ കിടന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ കിടക്കേണ്ടി വന്ന ആളെ ഒന്നും അറിയില്ല. ആ പേര് ജിൻഡോ ജോൺ പറയുന്ന സമയത്ത് സവർക്കറെ എല്ലാവരും എതിർത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചത്. ഇനി നിങ്ങൾ പറഞ്ഞാൽ മൗലാന് ആളെ ആരെങ്കിലുമൊക്കെ എതിർക്കട്ടെ എന്നിട്ട് ഞാൻ പഠിക്കാം എന്ന് പറയുന്നൊരു നിലപാടാണ്. അതായത് എതിർക്കപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂടെയേ ഞാൻ നിൽക്കുമെന്ന് പറയുന്ന ഒരു പ്രത്യേകതരം നിലപാട്. ശരിക്കും ഹാഷ്മി ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് എന്നെനിക്ക് ഫീൽ ചെയ്ത് എപ്പോഴാണെന്നറിയോ? ഹാഷ്മി നന്നായി പ്രൊവോക്ക് ചെയ്തു. അഖിൽ മാരാർ പ്രൊവോക്ഡ് അങ്ങ് കാര്യം ഹാഷ്മി ചിരിക്കുന്നതൊക്കെ ചിരിക്കരുതോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ പോകുന്നുണ്ട്. ബിഗ് ബോസിൽ വല്ലതും ആയിരുന്നെങ്കിൽ മറ്റേ നാക്കൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന അഖിൽ മാരാറെ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഇതൊരു TV പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ചിരിക്കരുതെന്ന് ആജ്ഞാപിക്കാനൊക്കെ അഖിലേട്ടന് പറ്റുള്ളൂ. അഖിലേട്ടൻ പ്രൊവോക്ഡായിട്ട് അതിൻ്റെ പീക്കിലെത്തിയിട്ട് തന്തയ്ക്ക് വിളിക്കുന്ന ലെവലിലേക്ക് വരെ എത്തി. പക്ഷേ ഹാഷ്മി പ്രൊവോക്ഡ് ആയോ? ഇല്ല. ഒരു ചിരി, ഒരു സിമ്പിൾ ചിരി കൊടുത്തപ്പോഴേക്കും അഖിലേട്ടൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഇനി ഹാഷ്മിയോടൊരു ചോദ്യം അഖിലേട്ടൻ ഫേസ്ബുക്കിൽ ചോദിക്കുകയാണ്. ഇതേ തലക്കെട്ട്, ഇതേ വിഷയം, ലൈവായി എന്നോട് സംവദിക്കാൻ സാധിക്കുമോ? ഒരുപാടൊന്നും വേണ്ട, 5 നിലപാടുകൾ മാറ്റി പറഞ്ഞത് മാത്രം മതി. അത് ഇനിയും അലക്കി വെളുപ്പിക്കണോ? അതിൻ്റെ എന്താ ആവശ്യമാണുള്ളത്? ചാനലിൽ നിന്ന് തരുന്ന ലൈവ് നിർദ്ദേശങ്ങളും എഡിറ്റ് കട്ട് ഇല്ലാതെ നീ ഒരു 5 ജന്മം ജനിച്ചാലും സത്യം എൻ്റെ ഭാഗത്തുള്ള ഒരു വിഷയത്തിലും സംസാരിച്ച് എന്നെ കീഴ്പ്പെടുത്തില്ല. വേണമെങ്കിൽ കൂവിത്തോപ്പിക്കാം. തൈറോയിഡ് ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് എൻ്റെ തൊണ്ട പിറ്റേന്ന് അടയ്ക്കും. അപ്പോൾ അണ്ണൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് അണ്ണനിപ്പോൾ എഴുതിയിട്ടിട്ടുള്ളത്. ഹാഷ്മിയുടെ ഒരു ജന്മത്തിൽ ഒരു കൂടിപ്പോയ ഒരു 2.5 മണിക്കൂറൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ അണ്ണന് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഹാഷ്മിയുടെ 5 ജന്മം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്കെയിൽ മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആ 2 എപ്പിസോഡും കുത്തിയിരുന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും. ഒരുപാട് ചിരിക്കാനുണ്ട്. കുറേ ആൾക്കാർ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അയച്ചു തന്നപ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തത്, നിങ്ങൾ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ റിപ്ലൈ കൊടുത്തത് ഞാൻ ചിരിച്ചു തീർന്നിട്ടില്ല എന്നാണ്. കാരണം അത്രയും ഉണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരാൾ നിലപാടില്ലാതെ പുഴുങ്ങി എടുക്കപ്പെടുന്ന ഒരു സാഹചര്യവും നമുക്കിതിൽ കാണാൻ പറ്റും. എന്തായാലും ഈ ഓണത്തിന് നമുക്ക് ഇത്രയും മനോഹരമായൊരു കണ്ടൻറ്റ് തന്നിട്ടുള്ള അഖിൽ മാരാർജിക്ക് ഒരു വലിയ നന്ദി പറയുകയാണ്. ആൻഡ് ഹാപ്പി ഓണം. പിന്നെ ഇനിയൊരു 10 ദിവസം കൂടി ഉണ്ട് തിരുവോണം വരെ. പറ്റിയ എന്തെങ്കിലുമൊക്കെ ഇറക്കി വിടണം. അണ്ണം വളരെ പ്രൊവോക്ഡ് ആണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഇനിയും ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരും. അത് മാത്രം പോരാ, വാഗൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കണ്ടൻ്റ് ആവും. ഓണം ഞങ്ങൾ പുട്ടടിക്കും. പിന്നെ ജനകീയ കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ വെച്ച് നല്ലോണം പുട്ടടിക്കാനും സദ്യ കഴിക്കാനും അണ്ണന് സാധിക്കട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നേർന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ റോബിൻ രാധാകൃഷ്ണനോടൊരു കാര്യം പറയാനുണ്ട്. ഓണമൊക്കെ അല്ലേ, പിന്നെ ഇപ്പോൾ ചീഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഹാഷ്മിയുടെ വിളി വരാനുള്ള സാധ്യതയുണ്ട്. ചെന്ന് കയറി കൊടുക്കരുത്. ഇപ്പം ആവുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഗോഷ്ടി കാണിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ കംപ്ലീറ്റ് കയറി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.